എല്ലാവർക്കും PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇത് നോക്കുന്നത് കണക്കിലെ ഒരു ട്രിക്കാണ്, ഒരു സബ്ട്രാക്ഷൻ ട്രിക്കാണ് കേട്ടോ. അപ്പോൾ കുറയ്ക്കുക എന്ന് പറയുമ്പോൾ കടമൊക്കെ എടുത്ത് ചെയ്യുന്ന മെത്തേഡൊന്നും അല്ലാതെ നമുക്ക് ഈസി ആയിട്ട് എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും വീഡിയോയിലോട്ട് കടക്കാം. അതിനു മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കണ്ട് ഇഷ്ടമായി ഉറപ്പായും ലൈക്ക് ചെയ്യുക. മറ്റുള്ളവർക്കും കൂടെ ഈ വീഡിയോ ഉപകാരപ്പെടാനായിട്ട് ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എന്തായാലും നമുക്ക് ക്ലാസ്സിലോട്ട് കടക്കാം. നമ്മളിത് നോക്കുന്നത് സീറോ ലാസ്റ്റ് വരുന്ന നമ്പേഴ്സ്, അതായത് 100, 1000, 700, 7000, 5000, 300, 3000 അങ്ങനെയൊക്കെ വരുന്നില്ലേ. ലാസ്റ്റ് സീറോ വരുന്ന നമ്പറിൽ നിന്നും ഏത് നമ്പേഴ്സ് വേണമെങ്കിലും നമുക്ക് കുറയ്ക്കാം വളരെ ഈസി ആയിട്ട്. ഓക്കെ, അപ്പം നമ്മൾ സാധാരണ രീതിയിൽ കുറയ്ക്കുകയാണെങ്കിൽ എത്ര സമയം എടുക്കും, അല്ലാതെ നമുക്ക് എങ്ങനെ പെട്ടെന്ന് ചെയ്യാമെന്നുള്ളത് നോക്കാം അല്ലേ. അപ്പോൾ ആദ്യത്തെ നമ്പർ 400 - 87. ഇത് നമ്മൾ സാധാരണ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ എങ്ങനെയാണ് ഒന്ന് ചെയ്യാം. 400 - 87 ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, സീറോയിൽ നിന്ന് 7 പോവില്ല. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് കടം എടുക്കാൻ നോക്കുമ്പോൾ ഇവിടെയും 0 ആണ് അല്ലേ. അപ്പോൾ അവിടെ നിന്നും പറ്റില്ല. അപ്പോൾ ഇവിടെ നിന്ന് കടം എടുത്തു. 4 നിന്ന് ഇങ്ങോട്ട് പോയപ്പോൾ ഇവിടെ 10 ആയി. 10 നിന്ന് 7 പോയി കഴിഞ്ഞാൽ 3. ഇവിടെ ഇങ്ങോട്ട് കടം എടുത്തപ്പോൾ ഇത് എന്തായി, ഇവിടെ 9 ആയി. ഈ 9 നിന്ന് 8 പോകുമ്പോൾ 1. ഇവിടെ 1 അങ്ങോട്ട് പോയത് കൊണ്ട് ഇവിടെ 3 ആയി. ഇതൊക്കെ നമ്മുടെ മനസ്സിൽ വെക്കണം അല്ലേ, കൺഫ്യൂഷൻ ഇല്ലാതെ തെറ്റിക്കാതെ നമ്മളിങ്ങനെ എഴുതണം. ഇതാണ് സാധാരണ കുറയ്ക്കുന്ന മെത്തേഡ്. അപ്പോൾ ഈ മെത്തേഡിൻ്റെ ആവശ്യമൊന്നുമില്ല, നമുക്ക് വളരെ പെട്ടെന്ന് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. എങ്ങനെയാണ് നോക്കാം. അപ്പോൾ 400 അല്ലേ, 400 - 87. ഇവിടെ 2 0 ആണ്, ഇവിടെ 2 ഡിജിറ്റ് ആണ്. ഇങ്ങനെയുള്ള നമ്പേഴ്സാണ് ചെയ്യുന്നത്. ഓക്കെ, എത്ര 0 ഉണ്ടോ അത്രയും ഡിജിറ്റാണ് നമ്മൾ കുറയ്ക്കുന്നത്. ഇവിടെ 2 0 ഉള്ളതായതുകൊണ്ട് ഇവിടെ 87 2 അക്കം. ഇനി ഇവിടെ 3 0 ആണെങ്കിൽ അവിടെ 3 എണ്ണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ആദ്യത്തെ നമ്പർ എത്രയാണ്, 400ൻ്റെ 4. ആ 4ൽ നിന്ന് 1 കുറയ്ക്കുക. 4ൽ നിന്ന് 1 കുറച്ച് എത്രയാണ്, 3 അല്ലേ. ഇനി വരുന്നത് ശ്രദ്ധിക്കുക. 87 എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ഒറ്റയുടെ സ്ഥാനത്ത്, അതായത് ലാസ്റ്റ് വരുന്ന നമ്പറിനെ 10ലോട്ട് എത്തിക്കുക. 10 ആവാൻ എത്ര വേണം നോക്കാം. ബാക്കിയുള്ളതൊക്കെ 9 ആവാൻ എത്ര വേണം. നമ്മൾ ഇതിന് മുന്നേ കുറയ്ക്കുന്നതിൻ്റെ ഒരു മെത്തേഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെയാണ് ഇവിടെയും വരുന്നത്. ചെറിയ വ്യത്യാസമുണ്ട് അല്ലേ. അവിടെ 3 അക്കം, ഇവിടെയും 3 അക്കം. ഇവിടെ 2 അക്കമാണെങ്കിൽ അവിടെയും 2 അക്കം. അങ്ങനെയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇവിടെ 2 0 ആണെങ്കിൽ എത്ര 0 ഉണ്ടോ അതിനനുസരിച്ചിട്ടുള്ള അക്കമാണ് ഇപ്പുറത്ത് വരുന്നത്. ഓക്കെ, അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ 4ൽ നിന്ന് 1 കുറച്ചാൽ 3 ആണ്. 7 10 ആവണമെങ്കിൽ എത്ര കൂട്ടണം, 3 കൂട്ടണം അല്ലേ. 7 10 ആവണമെങ്കിൽ 3 കൂട്ടണം. അത് എഴുതി വെച്ചു. ഈ 8 9 ആവാൻ എത്ര കൂട്ടണം, ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് എഴുതേണ്ടത്. 8 9 ആവാൻ എത്ര കൂട്ടണം, 1 കൂട്ടണം. ആ 1 എഴുതി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആൻസറായി. ഓക്കെ ആണല്ലോ. എങ്ങനെയാണ് ചെയ്തത്, ഇവിടെ 2 0, ഇവിടെ 2 അക്കം. ഇങ്ങനെയുള്ള നമ്പേഴ്സ് വരുമ്പോൾ ഇവിടെ 4 അല്ലേ, 4ൽ നിന്ന് 1 കുറച്ചാൽ 3 ആയി. 8 9 ആവാൻ 1 കൂട്ടണം. 7 10 ആവാനായിട്ട് 3 കൂട്ടണം. എഴുതി കഴിഞ്ഞാൽ നമ്മുടെ ആൻസറായി. ഓക്കെ ആണല്ലോ, വളരെ എളുപ്പമല്ലേ. അടുത്തൊരു നമ്പർ നോക്കാം. അടുത്തത് നോക്കുക, 7000 - 148. ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ 3 0 ഉണ്ട്, ഇവിടെ 3 അക്കമാണ്. അങ്ങനെയുള്ളതാണ് നമ്മൾ പറയുന്നത് കേട്ടോ. ഇവിടെ 3 0, ഇവിടെ 3 അക്കം. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം, ആദ്യം 7 ആണ്. 7ൽ നിന്ന് 1 കുറച്ച് കഴിഞ്ഞാൽ എത്രയാണ്, 6. അത് നമ്മൾ അതുപോലെ എഴുതി. ഇനി എന്ത് ചെയ്യുക, 8നെ മാത്രം 10ലോട്ട് എത്താൻ എത്ര വേണമെന്ന് എഴുതാം. ബാക്കിയുള്ളതൊക്കെ എന്ത് ചെയ്യുക, 9ലോട്ട് എത്തിക്കുക. 8 10 ആവണമെങ്കിൽ എത്ര കൂട്ടണം, 2 കൂട്ടണം അല്ലെ. 8 10 ആവാൻ 2 കൂട്ടണം. 4 9 ആവാൻ എത്ര കൂട്ടണം, 5 കൂട്ടണം. 1 9 ആവണമെങ്കിൽ എത്ര കൂട്ടണം, 8 കൂട്ടണം. നമ്മുടെ ആൻസർ ആയി കഴിഞ്ഞു. എത്ര എളുപ്പമാണ് അല്ലേ. 7ൽ നിന്ന് 1 കുറച്ച് 6 എഴുതി. ബാക്കിയുള്ളത് അവിടെ നിന്ന് ഇങ്ങോട്ട് ചെയ്യാം കേട്ടോ. 8 10 ആവാൻ 2 കൂട്ടണം. 4 9 ആവാൻ 5 കൂട്ടണം. 1 9 ആവാൻ 8 കൂട്ടണം. അവസാനത്തെ സംഖ്യ മാത്രം 10ലോട്ട് എത്തിക്കുക. ബാക്കിയുള്ളതൊക്കെ 9 ആവാൻ എത്ര വേണം എന്നുള്ളതും കൂടെ എഴുതി കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ. എത്ര പെട്ടെന്നാണ് ഇങ്ങനെ കിട്ടിയത്. നമ്മൾ സാധാരണ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ കുറച്ച് കൺഫ്യൂഷൻ വരുന്നൊരു ഏരിയ ആണ് അല്ലേ. അപ്പോൾ ഇത്രയും പെട്ടെന്ന് സെക്കൻഡ് കൊണ്ട് തന്നെ നമുക്ക് ആൻസർ എഴുതാൻ പറ്റും. ഓക്കെ, അടുത്തൊരു നമ്പർ നോക്കാം. ഇവിടെ നോക്കുക, 3000 - 73. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞു ഇവിടെ 3 0 ആണെങ്കിൽ ഇവിടെ 3 അക്കം, ഇവിടെ 2 0 ആണെങ്കിൽ ഇവിടെ 2 അക്കം അല്ലേ. 0 എത്രയാണോ അത്രയും അക്കം അപ്പുറത്ത് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ 3 0 ഉണ്ട്, ഇവിടെ 2 അക്കേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ 3 അക്കം വേണം എന്നല്ലേ പറഞ്ഞത്. അപ്പോൾ 3 അക്കം ആക്കാനായിട്ട് നമ്മൾ സാധാരണ രീതിയിൽ എന്ത് ചെയ്യും, ഒരു 0 ചേർത്ത് കൊടുക്കും ഫ്രണ്ടിൽ അല്ലേ. ഇവിടെ എന്ത് ചെയ്യുക, ഒരു 0 ചേർത്ത് കൊടുക്കാം. സംഖ്യയുടെ മുന്നേ ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇവിടെ 3 0 ആണ്. അപ്പോൾ ഇവിടെ 3 അക്കം വേണം. 2 അക്കമേ ഉള്ളെങ്കിലും നമ്മൾ എന്ത് ചെയ്യുക, അതിൻ്റെ പിന്നിലൊരു 0 കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ 3 അക്കം ആയല്ലോ. ഇനി നമ്മൾ സാധാരണ രീതിയിൽ ചെയ്യാം. 3ൽ നിന്ന് 1 കുറച്ചാൽ എത്രയാണ്, 2. ആദ്യത്തെ സംഖ്യയിൽ നിന്ന് 1 കുറയ്ക്കാം. 3ൽ നിന്ന് 1 കുറച്ചാൽ 2. ഇനി എന്ത് ചെയ്യണം, അവസാനത്തെ സംഖ്യ 10ലോട്ട് എത്തിക്കാം. 3 10 ആവാൻ എത്ര കൂട്ടണം, 7 കൂട്ടണം.
അടുത്ത ബാക്കിയുള്ളതൊക്കെ 9 എത്തിക്കാം. 7 9 ആവണമെങ്കിൽ എത്ര കൂട്ടണം? 2 കൂട്ടണം. 0 9 ആവാൻ എത്ര കൂട്ടണം? 9 കൂട്ടണം അല്ലേ? ആ 9 എഴുതുക. നമ്മുടെ ആൻസറായി. വളരെ എളുപ്പമല്ലേ? അപ്പോൾ ഇവിടെ 0 ഒരേപോലെ വരുമ്പോഴുള്ളതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ്. ഇനി അതുപോലെ അല്ലെങ്കിൽ എന്ത് ചെയ്യാം? ഒരുപോലെ ആക്കാനായിട്ട് 0 ചേർത്ത് കൊടുക്കുക. 0 ചേർത്ത് കൊടുത്തു കഴിഞ്ഞിട്ട് സാധാരണ പോലെ ചെയ്യാം. 3 1 പോയാൽ 2. 3 10 ആവണമെങ്കിൽ 7. 7 9 ആവാൻ 2 വേണം. 0 9 ആവാൻ 9 കൂട്ടണം. ഓക്കെ ആണല്ലോ? നമ്മുടെ ആൻസർ പെട്ടെന്ന് തന്നെ കിട്ടി അല്ലേ? അടുത്തൊരു സംഖ്യ നോക്കാം. ഇവിടെ നോക്കുക, 90,000 ആണ് അല്ലേ? 90,000 മൈനസ് 125 ആണ്. ഇവിടെ എത്ര പൂജ്യം ഉണ്ട്? 1 2 3 4 പൂജ്യം ഉണ്ട് അല്ലേ? ഇവിടെ ശരിക്കും എത്ര അക്കം വേണം? 4 അക്കം വേണം. ഇവിടെ 4 അക്കം ഇല്ലാത്തതുകൊണ്ട് എന്ത് ചെയ്യണം? ഒരു പൂജ്യം ഇട്ട് കൊടുക്കുക. എത്ര സീറോ ഇവിടെ ഉണ്ടോ അത്രയും അക്കം ഇവിടെ വേണം. അപ്പോൾ ഇവിടെ 3 അക്കേ ഉള്ളൂ. നമ്മൾ 4 അക്കം ആക്കാൻ വേണ്ടി എന്ത് ചെയ്തു? ഒരു പൂജ്യം ചേർത്ത് കൊടുത്തു. ഇനി എന്ത് ചെയ്യുക? ഇനി നമുക്ക് സാധാരണ പോലെ ചെയ്യാം. എന്ത് ചെയ്യണം? 9 നിന്ന് 1 കുറയ്ക്കുക അല്ലേ? 9 നിന്ന് 1 പോയാൽ 8. കിട്ടിയല്ലോ? അതൊന്ന് പോസ് ചെയ്ത് വെച്ചിട്ട് തന്നെ കിട്ടുന്നുണ്ടോ എന്നുള്ളത് നോക്കുക കേട്ടോ. 9 നിന്ന് 1 പോയാൽ 8 ആണ്. ഇനി എന്ത് ചെയ്യുക? അവസാനത്തെ സംഖ്യ മുതൽ ചെയ്തു വരിക. അവസാനത്തെ സംഖ്യ 10 ആവണമെങ്കിൽ 5 10 ആവാൻ എത്ര കൂട്ടണം? 5 കൂട്ടണം. ബാക്കിയുള്ളതൊക്കെ 9 ആവാൻ വേണ്ടിയിട്ട്. 2 9 ആവാൻ 7 കൂട്ടണം. 1 9 ആവാൻ 8 കൂട്ടണം. 0 9 ആവണമെങ്കിൽ എത്ര കൂട്ടണം? 9 കൂട്ടണം. നമ്മുടെ ആൻസർ ആയി കഴിഞ്ഞു. എത്ര എളുപ്പമാണ് അല്ലേ? ഇത്രയും വലിയ സംഖ്യ ആണെങ്കിൽ നമ്മൾ കുറയ്ക്കാനായിട്ട് ഇരുന്നാൽ കുറച്ച് സമയം എടുത്തിട്ട് വേണം ചെയ്യാനായിട്ട്. വളരെ പെട്ടെന്ന് കിട്ടിയില്ലേ അല്ലേ? അപ്പോൾ ഇവിടെ 4 പൂജ്യം ആണെങ്കിൽ ഇവിടെ 4 അക്കം വേണം. 4 അക്കം ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? ഒരു പൂജ്യം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ആദ്യത്തെ സംഖ്യയുടെ അത് കുറയ്ക്കുക. 9 നിന്ന് 1 പോയാൽ 8. 5 10 ആവാൻ 5 കൂട്ടണം. ബാക്കിയുള്ളതെല്ലാം 9. 2 9 ആവാൻ 7. 1 9 ആവാൻ 8 കൂട്ടണം. 0 9 ആവണമെങ്കിൽ 9 കൂട്ടണം. ഓക്കെ ആണല്ലോ? അപ്പോൾ നമ്മുടെ ആൻസർ കിട്ടിയല്ലോ? അടുത്തൊരു സംഖ്യ നോക്കാം. അടുത്തത് നോക്കുക, 5000 മൈനസ് 29 ആണല്ലേ? അപ്പോൾ എന്ത് ചെയ്യുക? ഇവിടെ 3 പൂജ്യമാണ് ഉള്ളത്. ഇവിടെ 2 അക്കേ ഉള്ളൂ. അപ്പോൾ നമുക്ക് 3 അക്കമാവാനായിട്ട് എന്ത് ചെയ്യണം? ഒരു 0 ചേർത്ത് കൊടുക്കണം. ഇനി എന്ത് ചെയ്യണം? പറഞ്ഞോ കൂടെ. 5 നിന്ന് 1 കുറയ്ക്കുക അല്ലേ? 5 നിന്ന് 1 കുറയ്ക്കുമ്പോൾ എത്രയാണ്? 4 ആണ്. 5 നിന്ന് 1 പോയാൽ 4 ആണ്. ഇനി ഇവിടെ എന്ത് ചെയ്യണം? 9 10 ആവണമെങ്കിൽ 1 കൂട്ടണം. ബാക്കിയുള്ളതെല്ലാം 9. 2 9 ആവാൻ 7 കൂട്ടണം. 0 9 ആവണമെങ്കിൽ 9 കൂട്ടണം. അപ്പോൾ നമ്മുടെ ആൻസർ ആയി കഴിഞ്ഞു. വളരെ എളുപ്പമല്ലേ? എൻ്റെ കൂടെ പറയാൻ നിൽക്കാതെ പെട്ടെന്ന് ചെയ്തെടുക്കാനായിട്ട് നോക്കുക കേട്ടോ. എത്ര പെട്ടെന്നാണ് നമുക്ക് ചെയ്യാൻ പറ്റുക അല്ലേ? 5 നിന്ന് 1 കുറച്ചാൽ 4. 9 10 ആവണമെങ്കിൽ 1 കൂട്ടുക. 2 9 ആവാൻ 7 കൂട്ടുക. 0 9 ആവാൻ 9 കൂട്ടുക. വളരെ ഈസി അല്ലേ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്? ഒന്ന് മാത്രം ശ്രദ്ധിക്കുക, ഇവിടെ എത്ര 0 ഉണ്ടോ അത്രയും അക്കമാണ് അപ്പുറത്ത് വേണ്ടത്. അതുകൂടെ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അടുത്തത് നോക്കുക, 50,000 മൈനസ് 27 അല്ലേ? 50,000 നിന്ന് 27 പോയാൽ എത്രയാണ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യാം? നമ്മൾ ഇവിടെ 4 പൂജ്യമാണ് അല്ലേ? 4 പൂജ്യം ഉണ്ട്. ഇവിടെ 2 എണ്ണേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 2 പൂജ്യം ചേർത്ത് കൊടുക്കുക. ഓക്കെ, ഇവിടെ 4 പൂജ്യമാണ്. അപ്പോൾ ഇവിടെ 2 എണ്ണം ആയതുകൊണ്ട് 2 പൂജ്യം കൂടെ ചേർത്ത് കൊടുത്തു. ഇനി എന്ത് ചെയ്യുക? 5 നിന്ന് 1 കുറച്ചാൽ 4. ഇനി ഇവിടെ എന്ത് ചെയ്യുക? 7 10 ആവാൻ അല്ലേ? അവസാനത്തെ സംഖ്യ മാത്രം 10 എത്തിക്കുക. 7 10 ആവണമെങ്കിൽ 3 കൂട്ടണം. ബാക്കിയുള്ളതെല്ലാം 9. 2 9 ആവാൻ 7 കൂട്ടണം. 0 9 ആവണമെങ്കിൽ 9 കൂട്ടണം. അടുത്ത 0 9 ആവണമെങ്കിൽ 9 കൂട്ടണം. ഓക്കെ, ഈ 4 ഞാൻ ഇവിടെ എഴുതുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ആൻസർ ആയി കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. ഓക്കെ ആണല്ലോ? വളരെ എളുപ്പമല്ലേ? അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ 0 ലാസ്റ്റ് വരുന്ന കേസാണ്. ഇവിടെ എത്ര 0 ഉണ്ടോ അത്രയും അക്കമായിരിക്കണം നമ്മൾ കുറയ്ക്കുന്നത്. അല്ലെങ്കിൽ എന്ത് ചെയ്യുക? 0 ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ആദ്യത്തെ ഈ സംഖ്യയിൽ നിന്നും 1 കുറയ്ക്കുക. പിന്നെ എന്ത് ചെയ്യുക? അവസാനത്തെ സംഖ്യ അല്ലേ? കുറയ്ക്കേണ്ടതിൻ്റെ അവസാനത്തെ സംഖ്യ 10 എത്തിക്കുക. ബാക്കിയുള്ളതെല്ലാം 9 എത്തിക്കുക. ഓക്കെ ആണല്ലോ? ഇത് എഴുതി കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ ആയി കഴിഞ്ഞു. അപ്പോൾ നമ്മൾ സാധാരണ രീതിയിൽ കടമെടുത്ത് കുറയ്ക്കേണ്ട കാര്യം ഇല്ല. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ആൻസർ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ട്രിക്ക് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ സജഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.